അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിപാടിയുടെ അധ്യക്ഷൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചാല ഏരിയ പ്രസിഡന്റ് സ്വാഗതം ആശംസിച്ച ചാല ഏരിയ സെക്രട്ടറി അബ്ദുൽ സമദ്, ഈ പരിപാടിയിലെ വിഷയാവതരണത്തിന് വേണ്ടി ഇവിടെ എത്തിയ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് അബ്ദുൽ ഹാദി കുന്തുറ, വേദിയിലുള്ള എടക്കാട് ഡിവിഷൻ സെക്രട്ടറി ഹാരിഫ് കെ, STPI പഞ്ചായത്ത് സെക്രട്ടറി സമീർ സാഹിബ്, മറ്റു വേദിയിലും സദസ്സിലും ഉള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കറിയാം നമ്മുടെ രാജ്യം അധ്യക്ഷൻ പറഞ്ഞതുപോലെ 75ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ തന്നെ ഒരു രാജ്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിട്ടുകൊണ്ടുള്ള പുതിയ വ്യവസ്ഥകളോടുകൂടി പാർലമെന്റ്, രാജ്യസഭാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലയളവിലൂടെയാണ് ഈ രാജ്യം കടന്നുപോകുന്നത്. ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷത്തിന്റെ വിമർശനവും അഭിപ്രായവും സ്വരൂപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ ബഹുമാനമില്ല എന്ന് മാത്രമല്ല, ഇത്രയും കാലം ഈ രാജ്യത്തെ ലോകസഭയില് ഉപയോഗിച്ചിരുന്ന, അതല്ലെങ്കിൽ ഭരണപക്ഷത്തെ വിമർശിക്കാൻ സാധ്യതയുള്ള എല്ലാ വാക്കുകളും 51 വേർഡുകള് രാജ്യസഭയിൽ നിന്നും ലോക്സഭയിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിന് ശേഷമാണ് ഇപ്പോൾ രാജ്യം നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകാധിപതിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ നരേന്ദ്രമോദിയെ പാർലമെന്റിൽ നിന്ന് ഒരംഗം ഏകാധിപതി എന്ന് വിളിച്ചാൽ ഉടനെ സസ്പെൻഷനാണ്. നടന്നുകൊണ്ടിരിക്കുന്ന ലോക്സഭാ സമ്മേളനത്തിന് 14 MP-മാരെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആ സസ്പെൻഡ് ചെയ്ത ആളുകളൊക്കെ ഈ 51 വേർഡുകൾ പറയുകയോ പ്ലേക്കാർഡ് എഴുതി കാണിക്കുകയോ ചെയ്തതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത ആളുകളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന, സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ സമയത്താണ് ആദ്യമായി ഈ രാജ്യത്ത് RSS സ്വാതന്ത്ര്യ ദിനം ജനങ്ങൾ ആഘോഷിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്രയും വർഷം ഈ രാജ്യത്ത് RSS സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പറയാതെ ഈ വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ വീടുകളിലും പതാക ഉയർത്തിക്കൊണ്ട് 3 ദിവസം ആഘോഷത്തിൽ ആറാടണമെന്ന ഒരു പ്രസ്താവന നമ്മൾ കണ്ടു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായെങ്കിലും RSS ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യം അത് ഈ രാജ്യത്ത് RSS അല്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരെ ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ ഒതുക്കി അവര് പറയുന്നത് മാത്രം ഈ രാജ്യത്ത് നടക്കുന്ന ഒരു സംവിധാനം വന്നതിന് ശേഷം
ഒരു സ്വാതന്ത്ര്യം കടന്നു വരുന്നു എന്നതാണ് RSSനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരു ആഘോഷമായി മാറുന്നത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ നെഞ്ചു വിരിച്ച് കാണിച്ചു കൊടുത്ത്, വിരിമാറ് കാണിച്ചു കൊടുത്ത്, വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി ഈ രാജ്യത്തെ വരും തലമുറക്ക്, എന്റെ സമുദായത്തിനും സമുദായത്തോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു തലമുറയുടെ ആളുകളെ ഈ രാജ്യത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, നാടുകടക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ചതിന് ശേഷം നടക്കുന്ന സ്വാതന്ത്ര്യ ദിനമാണ് ഈ ആഗസ്റ്റ് 15 നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം RSS ഉദ്ദേശിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അപ്രഖ്യാപിത ഹിന്ദുത്വ രാഷ്ട്രമാണ് ഇന്ന് ഇന്ത്യ. ഇത് ഇന്നലെ സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ കപിൽ സിബൽ, നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ദേശീയ നിർവാഹക സമിതി അംഗവും ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ MP-യുമായ 50 വർഷക്കാലം സുപ്രീം കോടതിയില് പ്രാക്ടീസ് ചെയ്ത ഒരു വക്കീല്, അയാൾ ഇന്നലെ പത്രസമ്മേളനം നടത്തി പത്രക്കാരോട് പറഞ്ഞത് ഈ രാജ്യത്തെ സുപ്രീം കോടതിയിൽ നീതി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്തുകൊണ്ട് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ രാജ്യത്തിന്റെ പൗരന്റെ അവകാശങ്ങൾ, ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി നിലനിൽക്കുന്നതെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ സുപ്രീം കോടതി RSS ഉപയോഗിക്കുന്ന അന്വേഷണ ഏജൻസിയായ EDയെ കുറിച്ച് പറഞ്ഞത്, ഈ രാജ്യത്തെ ഏത് പൗരന്റെ വീട്ടിലും ഏത് അർദ്ധരാത്രി പോയി സെർച്ച് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാൻ, അവന്റെ സ്വത്തുകള്, അവന്റെ വീടുകള്, അവന്റെ സമ്പാദ്യങ്ങള് കണ്ടുകെട്ടാനുമുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ പൗരന്റെ സ്വകാര്യതയെ ഇല്ലാതാക്കുന്ന ഒരു വിധിയാണ്. ഒരുപക്ഷെ കപിൽ സിബൽ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പല കോടതികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വിധികള് സംശയത്തോടുകൂടി കാണേണ്ട വിധികളായി ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യം തകർത്തുകൊണ്ട്, മതേതരത്വം തകർത്തുകൊണ്ടാണ് RSS മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ രാജ്യത്ത് സുപ്രീം കോടതിയുടെ വിധികള് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങള് 450 വർഷക്കാലം ആരാധിച്ചിരുന്ന ബാബരി മസ്ജിദ് തച്ച് തകർത്ത്, ആ ബാബരി മസ്ജിദ് തച്ച് തകർത്ത് 10-23 വർഷക്കാലം ഈ രാജ്യത്തെ സുപ്രീം കോടതിയിൽ കേസ് നടത്തി. ആ കേസില് വിധി പറയാതെ മാറി മാറി ജഡ്ജിമാര് മാറി പോയെങ്കിലും അതിൽ വിധി പറയാൻ ഒരു ജഡ്ജിയും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അത് ധൈര്യം കാണിക്കാതിരിക്കാനും കാരണം അവർക്കറിയാം അതിന്റെ ന്യായം. ബാബരി മസ്ജിദ് തകർത്തത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡിൽ സ്ഥിതി ചെയ്യുന്ന പള്ളി തകർത്തത് രാജ്യത്തിന്റെ മതേതരത്തിലേറ്റ കളങ്കമാണ് എന്ന് മാറി വരുന്ന ജഡ്ജിമാർക്ക് അറിയാമായി. എന്നാൽ RSS അധികാരത്തിലേറിയതിനു ശേഷം അവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു വിധി, ഇന്ത്യ രാജ്യത്ത് ബാബരി മസ്ജിദ് ഉണ്ടായ സ്ഥലത്ത് ഒരു രാമക്ഷേത്രം നിർമ്മിക്കാൻ, ആ രാമക്ഷേത്രം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ അടക്കം നൽകി രൂപീകരിക്കാൻ വിധിച്ച ഒരു സുപ്രീം കോടതിയിൽ ഇതെന്ത് പ്രതീക്ഷയാണ് ഈ രാജ്യത്ത് പീഡിത ജനവിഭാഗം
കാണേണ്ടത് എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്ത് ഈ RSSന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അന്വേഷണ ഏജൻസികള് അവർ ഈ രാജ്യത്തെ എല്ലാ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും അവര് ഭീഷണിപ്പെടുത്തി, അതല്ലെങ്കിൽ പ്രലോഭിപ്പിച്ച്, അതല്ലെങ്കിൽ സമ്പത്ത് കൊടുത്ത് അവരുടെ കൂടെ കൂട്ടുന്ന കുതിര കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, RSSനോടൊപ്പം നിന്ന് കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിന്ന് കേന്ദ്രമന്ത്രിയായ ശിവസേനയുടെ റാവത്ത് ഇന്ന് ജയിലിലാണ്. എന്താണ് കാരണം? RSSുമായി തെറ്റി. RSS പറയുന്ന അതേ ആശയം RSS പറയുന്നതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാതെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദുത്വ ആശയം, ബോംബെയിലെ കലാപത്തിന് 4000 മുസ്ലിങ്ങളെ കൊന്നത് എന്റെ അനുയായികളാണെന്ന് പറഞ്ഞ ബാൽ താക്കറെയുടെ പാർട്ടിയുടെ വക്താവായ റാവത്ത് ഇന്ന് ജയിലിലാണ്. എന്താണ് കാരണം? RSS പറയുന്നത് അനുസരിക്കുന്നില്ല എന്നതാണ്. അവരോടൊപ്പം നിന്ന ആളുകളെ പോലും അവര് ഭിന്നിപ്പിച്ച് RSS പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മതേതരം, ആ മതേതരത്തൊക്കെ ബാബരി മസ്ജിദോടുകൂടി തകർന്നതാണ്. പലരും എന്ന് പറഞ്ഞു, ഒരു പള്ളിയല്ലേ അത് നമുക്ക് വിട്ടുകൊടുക്കാം, ഒരു പള്ളി അത് പോയാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇനി ഒരുപാട് പള്ളികൾ ഉണ്ടല്ലോ എന്ന് വളരെ പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ഭയത്തോടുകൂടി ഇന്ത്യയിലെ എല്ലാ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും നേതാക്കന്മാർ പറഞ്ഞു. പക്ഷേ RSS ആ ഒരു പള്ളിയിൽ നിർത്തിയില്ല. അവരിപ്പം അടുത്ത പള്ളിയിലേക്ക് കയറിയിരിക്കുകയാണ്, ഗ്യാൻവാപ്പിയില്. അതിനുശേഷം മധുരയിലെ പള്ളിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നമ്മുടെ മംഗലാപുരത്തെ ഉള്ളാളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളികളിലടക്കം ഇന്ത്യയിലെ 3000-ലധികം പള്ളികളിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് RSS. ആ RSS ഇന്ത്യയിലെ കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കേസ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ ഹിന്ദുമതത്തിന്റെ ശിവലിംഗമോ അതല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഏതെങ്കിലും ദൈവങ്ങൾ ജനിച്ചുവെന്നോ അല്ലെങ്കിൽ അമ്പലങ്ങൾ പൊളിച്ചിട്ടുണ്ടാക്കിയതാണെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് കേസുകൾ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിന്റെ വിധി എന്താണ് വരാൻ പോകുന്നത്? സുപ്രീം കോടതിയിലെ ബാബരി മസ്ജിദ് വിധിയുടെ അടിസ്ഥാനത്തിൽ ആ വിധിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും വിധികൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇനി ഒരു പള്ളി തർക്കവുമായി ബന്ധപ്പെട്ട് ഈ കോടതിയിൽ ഉണ്ടാകുന്ന വിധികളും സുപ്രീം കോടതിയിലെ ബാബരി മസ്ജിദ് വിധിയെ അടിസ്ഥാനമാക്കിയുള്ള വിധികളാണ് ഉണ്ടാകുക. സുപ്രീം കോടതി വിധിയിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, വിശ്വാസത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കാൻ അയോധ്യയിലെ സ്ഥലം വിട്ടുകൊടുക്കണമെന്ന്. അതേ ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിൽ നിന്നും ഇന്ത്യയുടെ പള്ളികളുടെ വിധികൾ പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് മോഹൻ ഭഗവത് പറഞ്ഞത്, ശിവലിംഗം തേടി മുസ്ലിം പള്ളികൾക്ക് പിന്നാലെ പോകേണ്ടതില്ല, അതൊക്കെ കോടതികള് തീരുമാനിച്ചു കൊള്ളുമെന്ന്. കാരണം കൃത്യമായി അവർക്ക് അജണ്ടയുണ്ട്. ഇന്ത്യയിൽ ഒരു പള്ളിയല്ല, മറിച്ച് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിങ്ങളെ ഒന്നെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് കൊന്നുകളയുക, അതല്ലെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് നാടുകടത്തുക, അതുമല്ലെങ്കിൽ രണ്ടാംകിട പൗരന്മാരായി പൗരന്റെ ഒരു അവകാശവുമില്ലാതെ RSSന്റെ ബ്രാഹ്മണന്മാരുടെ അടിമകളായി ജീവിക്കാൻ അനുവദിക്കുക. ഇതാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് RSS തരുന്ന വാഗ്ദാനം. അതല്ലേ UPയിലെ, അതാണ് ഈ രാജ്യത്തെ ഭരണകൂടത്തിന്റെ സ്പോൺസർഷിപ്പോട് കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. UP സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി നടന്ന ഹിന്ദു മഹാസമ്മേളനം. ആ ഹിന്ദു മഹാസമ്മേളനത്തില് RSSന്റെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാവ്യവസ്ത്രം ധരിച്ച ഹിന്ദു കപട സന്യാസിമാര് പങ്കെടുത്തുകൊണ്ട് അവിടെ ഒരു സമ്മേളനം നടന്നു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ആ സമ്മേളനത്തിൽ അവിടെ പറഞ്ഞ ചർച്ചകള്,
അവിടെ ഉപയോഗിച്ച വാക്കുകളൊക്കെ ഇന്ത്യയിൽ എത്രത്തോളം മുസ്ലിം വംശഹത്യക്ക് RSS ഒരുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരുക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അവിടെ പ്രസംഗിച്ച ആളുകൾ പറഞ്ഞത്, ഇന്ത്യ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് സമാധാനമായി ജീവിക്കണമെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ ഇല്ലാതാകണം. അങ്ങനെ മുസ്ലിങ്ങൾ ഇല്ലാതാകണമെങ്കിൽ മുസ്ലിങ്ങളെ കൊല്ലണം, മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം, മുസ്ലിം സ്ഥാപനങ്ങൾ കത്തിക്കണം. അങ്ങനെ അതൊക്കെ ചെയ്താൽ മാത്രമേ ഇവിടെ ഹിന്ദുക്കൾക്ക് സമാധാനമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങുക. നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ കത്തി വാങ്ങുക, നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ തോക്ക് വാങ്ങുക, നിങ്ങൾ ആയുധങ്ങൾ സംഭരിക്കുക, ആയുധ പരിശീലനങ്ങൾ നേടുക. എന്നിട്ട് മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, വംശഹത്യക്ക് വേണ്ടി ഹിന്ദുക്കൾ ഒരുങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് UP സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി നടന്ന ഹിന്ദു മഹാസമ്മേളനം UPയിൽ നടന്നു. അതിന്റെ തുടർച്ചയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന മുനാഫിക്കായ കേരളത്തിന്റെ ഗവർണർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു സമ്മേളനം നടത്തിയത്. ആ സമ്മേളനത്തിലും ഇതുപോലെയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും പല കോലങ്ങളില് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആയുധ ശേഖരണവും ക്യാമ്പയിനുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ. ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടിയാണ് നടക്കുന്നത്. മുസ്ലിമിനെ കണ്ടാൽ തല്ലിക്കൊല്ലണമെന്ന ചിന്ത. നമുക്കറിയാം, ഏറ്റവും അവസാനം ഒരു സിനിമ ഇറങ്ങി, കാശ്മീർ ഫയൽസ്. കാശ്മീരിന്റെ ചരിത്രത്തോട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു സിനിമയായിരുന്നു കാശ്മീർ ഫയൽസ്. ആ കാശ്മീർ ഫയൽസിൽ പറയുന്നത്, മുസ്ലിങ്ങൾ കാശ്മീരിൽ നിന്ന് ഹിന്ദു പണ്ഡിറ്റുകളെ കൊല ചെയ്തു. അങ്ങനെ അവർ ഭയന്ന് കാശ്മീരിൽ നിന്ന് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിപ്പോയി എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമ പ്രദർശിപ്പിച്ചു. ഇന്ത്യ രാജ്യത്ത് സെൻസറിംഗിൽ തന്നെ ആ സിനിമ തടയേണ്ട ഒരു സിനിമയാണ് കാശ്മീർ ഫയൽസ്. കാശ്മീർ ഫയൽസ് കണ്ടുവന്ന ആളുകള്, ആ സിനിമ കണ്ട് പുറത്തിറങ്ങുന്ന ആളുകള് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. എന്താണ് മുദ്രാവാക്യം? മുസ്ലിം ലോകോക്കോ ഗോലി മാറോ, മുസ്ലിങ്ങളെ വെടിവെച്ചു കൊല്ലൂ എന്ന് ആ അട്ടഹസിച്ചുകൊണ്ട് സിനിമ കണ്ടിറങ്ങി വരുന്ന ആളുകളെയാണ് ഈ രാജ്യത്ത് നമ്മൾ കണ്ടത്. അങ്ങനെ ആ നിരോധിക്കപ്പെടേണ്ട ഒരു ഇന്ത്യൻ സിനിമ. പക്ഷെ എന്താണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത്? പ്രധാനമന്ത്രി ആദ്യമായി ട്വീറ്റ് ചെയ്തു, കാശ്മീർ ഫയൽസ് മുഴുവൻ ഇന്ത്യൻ ജനതയും കാണേണ്ട സിനിമയാണ്. കഴിഞ്ഞോ? തൊട്ടടുത്ത് ഉടനെ പല BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ സിനിമയ്ക്ക് നികുതി ഒഴിവാക്കി കൊടുത്തു. തീർന്നില്ല. ആ സിനിമ കാണാൻ തീരുമാനിക്കുന്ന പോകുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് സാലറിയോടുകൂടിയുള്ള ലീവ് അനുവദിച്ചു. എന്താണ് നമ്മുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ മുസ്ലിം സമുദായത്തെ കണ്ടാൽ കൊല്ലുന്ന രൂപത്തില് ഈ രാജ്യത്തെ ജനതയെ മാറ്റണം എന്ന ചിന്തയിലാണ് ഇത്തരം സിനിമകൾക്കും ഇത്തരം ക്യാമ്പയിനുകൾക്കും ഗവൺമെന്റ് തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടില് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നത്. നമുക്കറിയില്ലേ, നമ്മുടെ ഈ രാജ്യത്ത് ഒരുപാട് ഗ്രാമങ്ങളില് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുന്നു. ഒരു മനുഷ്യനെ വെട്ടിക്കൊല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കേണ്ട ഒരു സംഭവമാണ്. എന്നാൽ തല്ലിക്കൊല്ലുക എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. ഒരു ഗ്രാമത്തിലെ എല്ലാ ആളുകളും, വൃദ്ധന്മാരെ, കുട്ടികള്, വൃദ്ധരായ സ്ത്രീകള്, വൃദ്ധരല്ലാത്ത സ്ത്രീകള്, എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മനുഷ്യനെ മണിക്കൂറുകളോളം അടിച്ചടിച്ച് കൊല്ലുക എന്ന് പറയുന്നത്, അവൻ കരയുന്നത്, അവൻ വേദന കൊണ്ട് പൊളയുന്നത് കണ്ട് ആസ്വദിച്ച് മണിക്കൂറുകളോളം അവന്റെ മരണം ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ രാജ്യത്തെ ഒരു ജനതയുടെ വെറുപ്പിന്റെ മനസ്സാക്കി RSS മാറ്റിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു വംശഹത്യയിലേക്ക്, ഈ രാജ്യത്ത് മുസ്ലിമിനെ കണ്ടാൽ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക്, മുസ്ലിങ്ങളെ ജയിലിൽ അന്യായമായി ജയിലിലിടുന്ന അവസ്ഥയിലേക്ക്,
മുസ്ലിം പള്ളികൾ തച്ചു തകർക്കുന്ന അവസ്ഥയിലേക്ക് അതൊന്നും ഈ രാജ്യത്ത് ചർച്ചയാകാനോ അതല്ലെങ്കിൽ ആ രാജ്യത്ത് നടക്കാൻ പറ്റാത്ത ഒരു സംഭവമാണെന്നോ തോന്നാത്ത രൂപത്തിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 30 വർഷമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. RSS എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ ലക്ഷ്യം ഇന്ത്യയെ ഒരു ബ്രാഹ്മണൻകാൽ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ അവർക്ക് 3 ശത്രുക്കളുണ്ട്. അതിലൊന്നാമത്തത് മുസ്ലിങ്ങളാണ്, രണ്ടാമത്തത് ക്രിസ്ത്യാനികളാണ്, മൂന്നാമത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്, നാലാമത് അവർ പറയാത്തൊരു ശത്രുവുണ്ട്. അത് ഇതുവരെ മനസ്സിലാകാത്തത് അവർക്ക് തന്നെയാണ്. ബ്രാഹ്മണരല്ലാത്ത ഹിന്ദുക്കളാണ് നാലാമത്തെ RSSന്റെ ശത്രു. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെയാണ് ആദ്യം അവർ ടാർഗറ്റ് ചെയ്യുക. ആ ടാർഗറ്റ് ചെയ്യിൽ നമ്മൾ പ്രതിരോധിച്ച് നിന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് മുസ്ലിങ്ങളില് മ്യാൻമറിലെ പോലെ, ശ്രീലങ്കയിലെ പോലെ, മറ്റ് വംശഹത്യ നടന്ന രാജ്യങ്ങളിലെ പോലെ സ്വയം കൊണ്ടുപോണ്ടി ആ കുഴി കുഴിച്ച് കുഴിയിൽ കടന്നു കൊടുത്ത് ഭരണാധികാരികളുടെ മുമ്പില് JCB മണ്ണിടുമ്പോൾ ആവലാതിയോ കരയാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ സമുദായം മാറും. അതുകൊണ്ട് സ്വയം സംഘടിക്കണമെന്ന് ഒരുപാട് കാലമായി 30 വർഷമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലരും പറഞ്ഞു നിങ്ങൾ സ്വയം സംഘടിക്കാൻ വേണ്ടി പാടില്ല. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട്. അവരെ നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. മതേതര കക്ഷികൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്താ അവസ്ഥ നിങ്ങൾ കണ്ടോ? ബുൾഡോസർ ഉപയോഗിച്ച് ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന്റെ വീടുകൾ പ്രതിഷേധ പ്രകടനത്തിന് വേണ്ടി തച്ച് തകർക്കുമ്പോൾ, UPയിലെ ഒരു ദേശീയ നേതാവിന്റെ വീട് തച്ച് തകർക്കുമ്പോൾ, ആ ദേശീയ നേതാവ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനില് UPയിലെ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ഇനി UPയിലെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ സമാജ്വാദി പാർട്ടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി പരസ്യമായി പ്രചരണം ഇറങ്ങിയ വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നേതാവിന്റെ വീട് തകർത്തു. സമാജ്വാദി പാർട്ടിക്ക് 140-ലധികം MLA-മാരുടെ UPയിൽ ഒരു MLA-യെയും ആ വീട് തകർക്കുമ്പോൾ കണ്ടിട്ടില്ല. ഒരുപാട് വീടുകൾ തകർത്തു. കോളനികളിലെ അല്ലെങ്കിൽ ചെറിയ ചെറിയ വീടുകളിൽ പോയി കഞ്ഞി കുടിക്കുന്ന പ്രിയങ്ക ഗാന്ധി, UPയിലെ ഓരോ തെരുവുകളിലൂടെയും എല്ലാ ദിവസവും നടന്ന എല്ലാ പ്രസ്താവനകളും ഇറക്കുന്ന പ്രിയങ്ക ഗാന്ധി UPയിലെ 300-ലധികം മുസ്ലിം വീടുകളും സ്ഥാപനങ്ങളും തച്ചു തകർത്തപ്പോൾ പ്രിയങ്ക ഗാന്ധി നമ്മൾ അവിടെ കണ്ടിട്ടില്ല. മഹാരാഷ്ട്രയിൽ തകർത്തു, പല സംസ്ഥാനങ്ങളിലും ഡൽഹിയിലും തകർത്തു. പക്ഷേ അവിടെയൊന്നും ഇവിടെ CPM-നെയും ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടുവരുന്നത്. പോപ്പുലർ ഫണ്ടിന്റെ അക്കൗണ്ട് പൂട്ടിയപ്പോൾ പറഞ്ഞു പോപ്പുലർ ഫണ്ടിന്റെ RSS പൂട്ടാൻ പോവുകയാണ്, വേറെ രക്ഷയില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പൂട്ടിയത് എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ തുടങ്ങിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ പത്രത്തിന്റെ ഓഫീസ് ഈട് താഴ്ത്തു പൂട്ടി. ഒന്നും ചെയ്യാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി 59 മണിക്കൂർ ചോദ്യം ചെയ്തിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയെ ചോദ്യം ചെയ്തു. അവസാനം രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തതിനു ശേഷം അവിടെ KC വേണുഗോപാലിന്റെ അടുത്ത് പോയി ചോദിച്ചു, ED കേസെടുത്താൽ എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടത്? KC വേണുഗോപാൽ പറഞ്ഞു 60 ദിവസം മിനിമം കിടക്കണം. എന്നാൽ അങ്ങനെ ജയിലിൽ കിടക്കുന്ന വിവരം എന്റെ അമ്മ അറിയരുത് എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ രാജ്യത്ത് നമുക്ക് പ്രതീക്ഷ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഡൽഹിയിൽ 10-25 RSS-കാരൻ കേന്ദ്ര ഓഫീസിൽ കയറിയിട്ട് കേന്ദ്ര ഓഫീസ് തച്ച് തകർത്ത് അവിടെ ചില ജീവനക്കാരെയൊക്കെ ആക്രമിച്ചിട്ട് ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് എങ്ങനെയാ ഇന്ത്യയിലെ 30 കോടി മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ കഴിയാ? മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഒരുപാട് മുസ്ലിങ്ങളെ ഇന്ത്യൻ ജയിലുകളിൽ അന്യായമായി കിടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ കേസെങ്കിലും
ഇന്നേ വരെ CPM നടത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. വെറുതെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവർ കപടമായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ, ഇവിടെ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ ഒരൊറ്റ വഴിയേയുള്ളൂ, അത് ഇന്ത്യൻ മുസ്ലിങ്ങളെ സ്വയം സംഘടിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. UP-യിലെ പോലെ ബുൾഡോസർ ഈ ഡൽഹിയിൽ പോയി, ഡൽഹിയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് പോയി മുസ്ലിങ്ങൾ സ്വയം സംഘടിച്ചു. ഈ ബുൾഡോസർ കൊണ്ട് എവിടുത്തെ ഒരു വീടും തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ അമിത്ഷാ നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസിൽ തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സ്വയം സംഘടിച്ചാൽ മാത്രമേ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായത്തിനെ രക്ഷിക്കും. ഇതാണ് 10-30 വർഷക്കാലമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇത് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. RSSനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ RSSന്റെ മുമ്പിൽ ഈ സമുദായത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് RSSന്റെ മുമ്പിൽ മുട്ടിലേയാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരുക്കമല്ല എന്ന് മാത്രമല്ല, ഈ സംഘടനയെ നിരോധിക്കുന്നതിന് വേണ്ടി ഈ സംഘടനയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട്, ഈ സംഘടനയുടെ നേതാക്കന്മാരെ ജയിലുകളിൽ അടച്ചുകൊണ്ട്, ഈ സംഘടനയുടെ നേതാക്കന്മാരെ അന്വേഷണ ഏജൻസികളിൽ വെച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് ഈ സംഘടന ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങള് RSS നടത്തുമ്പോൾ RSSകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓരോ പ്രവർത്തകരും ചെയ്ത കരാറ് അത് അള്ളാഹുവായിട്ടാണ്. ആ കരാറിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് മരണം വരെ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ എന്റെ ജീവനും ജീവിതവും സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ്. മരണം വരെയാണ്. അത് ഈ രാജ്യത്തെ ഭരണകൂടം നിരോധിക്കുന്നത് വരെയല്ല, മറിച്ച് ഓരോ പ്രവർത്തകനും മരിക്കുന്നത് വരെ ഈ സമുദായത്തെ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്ന് ഞാൻ ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ മുസ്ലിം സമുദായത്തിന് വാക്കു തരികയാണ്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടൊപ്പം നിൽക്കണം. നമുക്ക് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് ഉണ്ടാകാം, നമ്മുടെ വ്യത്യസ്ത ആശയങ്ങളായിരിക്കാം. സുന്നികൾ ഉണ്ടാകാം, മുജാഹിദ് ഉണ്ടാകാം, തബ്ലീഗ് ഉണ്ടാകാം, മുസ്ലിം ലീഗ് ഉണ്ടാകാം, CPM ഉണ്ടാകാം. പക്ഷേ എല്ലാ രാഷ്ട്രീയ മത അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ RSSനെ പ്രതിരോധിക്കുന്നതിന് നിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്നാണ് നമുക്ക് ഈ സമ്മേളനത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട്, നമ്മുടെ കുടുംബത്തില് ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ആരെങ്കിലും മരണപ്പെടാറുണ്ട്. മരണപ്പെട്ട് കഴിഞ്ഞാല് ആ മരണപ്പെട്ട വീട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ അത് മുജാഹിദാണോ അല്ലെങ്കിൽ സുന്നിയാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കില്ല. അല്ലെങ്കിൽ കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ മുജാഹിദാണ്, അവന്റെ കല്യാണത്തിന് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ തബ്ലീഗിന്റെ കല്യാണമാണ് പോകാൻ കഴിയില്ല, നമ്മൾ പോകാതിരിക്കാറില്ല. സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ നമ്മളെ വ്യക്തിപരമായ കുടുംബപരമായ വിഷയങ്ങളില് നമ്മൾ ഒന്നിക്കുന്നത് പോലെ എല്ലാ മത രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടൊപ്പം RSSനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങൾ അണിചേരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നാട്ടൊരുമ, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പാശ്ചാത്യത്തെ പ്രതിരോധിക്കുന്നതിന് ഒരുമയോട് നിൽക്കാൻ പ്രതിനിധി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ അല്ലാഹുവിന്റെ നാമത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.